ആരാധനയോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലാം. 7 വിളക്കിൻ നടുവിൽ ശോഭപൂർണനായി നടക്കുന്ന ദൈവത്തിൻ്റെ ആ മുഖത്തേക്ക് നമുക്കൊന്ന് ദർശിക്കാം. ആരാധന മനോഭാവത്തോടെ നന്ദിയോടെ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്തി പറയാം, കർത്താവേ, അവിടുന്ന് ആദ്യനും അവിടുന്ന് അന്ത്യനുമാണ്, അവിടുന്ന് ആൽഫയും അവിടുന്ന് ഒമേഗയുമാണ്. ഞങ്ങളുടെ ആരാധന സ്വീകരിക്കുവാൻ അവിടുന്ന് യോഗ്യനാണ്. 7 വിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ. ചേർന്ന് പാടുവാൻ കഴിയുമോ? വരിക. 7 വിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ. കരങ്ങൾ ഉയർത്തി പാടുവാൻ കഴിയുമോ? ആദ്യനും ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആദ്യനും അന്ത്യനുമായവൻ, ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. കരങ്ങൾ ഉയർത്തി പാടുമോ? ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ രൂപവും ഭാവവും, നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തി, നിന്റെ ആത്മശക്തിയും പ്രാർത്ഥനയോടെ ആ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമോ? കർത്താവ്, അവിടുത്തെ രൂപവും അവിടുത്തെ ഭാവവും എന്നിലാകട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. കർത്താവിനോട് നന്ദിയോടെ പാടുമോ? ആദ്യനും അന്ത്യനും അവിടുന്ന്, ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആദ്യനും അന്ത്യനുമായവൻ, ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പുകഴ്ചയ്ക്കും യോഗ്യനായ, ഞങ്ങളെ ക്ഷേമത്തോടെ കഴിയുന്ന ആളുകളിൽ നടത്തിയ, എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. അവിടുത്തെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ആദ്യനും അന്ത്യനും, ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ. ഓ സ്തുതികൾക്കും സ്തുതികൾ ഓരപരമശുഭരമധുരകം പരമധുരകം ഓ ആമേൻ യോഗ്യൻ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയും. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കും. നമുക്ക് നന്ദിയോടെ പറയാം, കർത്താവേ, ആദ്യൻ അവിടെ നിന്നാണ്, അന്ത്യൻ അവിടെ നിന്നാണ്. എന്റെ ജീവിതത്തിന്റെ പ്രാരംഭം മുതൽ എന്നെ സൂക്ഷിക്കുന്ന നല്ല കർത്താവ്, എന്നെ പരിപാലിച്ച നല്ല കർത്താവ്, എനിക്ക് വേണ്ടുന്നത് നൽകി തന്ന നല്ല കർത്താവ്, എത്ര സ്തുതിച്ചാലും മഹത്വപ്പെടുത്തിയാലും മതിയാവുകയില്ല. ഇന്ന് പ്രഭാതത്തിൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകിയതിനാൽ നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ നമുക്ക് നന്ദിയോടെ ചേർന്ന് കരങ്ങളടിച്ച് ആത്മനിറവിൽ ആരാധിക്കാം. എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം വായിക്കുന്നു, അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നന്ദിയോടെ ചേർന്ന് പറയാം, കർത്താവേ, എന്നെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അതിനു മുന്നമേ അവിടെ എന്നെ കണ്ട് എന്നെ പേർ വിളിച്ച് എന്നെ വേർതിരിച്ച കർത്താവ്, ഞാൻ അവിടുത്തെ എത്ര സ്തുതിച്ചാലും മഹത്വപ്പെടുത്തിയാലും മതിയാവുകയില്ല. എൻ്റെ താഴ്ചയിൽ എന്നെ കണ്ട കർത്താവ്, എൻ്റെ വീഴ്ചയിൽ എന്നെ ഓർത്ത കർത്താവ്, കഴിഞ്ഞ നാളുകളുടെ കണ്ണുനീരിനെ മറികടക്കാതെ പോയ കർത്താവ്, ഈ കുടുംബയോഗത്തിൽ നാം ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ നന്ദിയോടെ ഒന്ന് ഓർക്കാം. ഇന്ന് നമുക്ക് ചേർന്ന് പാടാം, കർത്താവേ, ആരാധന ആരാധന അവിടുത്തേക്ക്. വേറെ ആർക്കും ഞങ്ങൾക്ക് പുകഴ്ച കരയേറ്റുവാനില്ല, വേറെ ആർക്കും ഞങ്ങൾക്ക് മഹത്വം കരയേറ്റുവാനില്ല. ഇന്ന് ആരാധിക്കുവാനുള്ളത് ഞങ്ങളുടെ അരുമ കർത്താവിനെ മാത്രമാ. അങ്ങനെയെങ്കിൽ കരങ്ങളടിച്ച് ചേർന്ന് നമുക്ക് കർത്താവിനെ നാമത്തെ നമുക്ക് ഉയർത്താം. ആരാധന ആരാധന ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തിന് കരങ്ങളടിച്ച് ആത്മനിറവിൽ ഈ ഗാനത്തിന്റെ വരികൾ ചേർന്ന് പാടാം. ഹല്ലേലൂയ. വരികൾ ഒരിക്കൽ കൂടി. ആരാധന 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 സ്തുതി ആരാധന ആരാധന ഹല്ലേലൂയ. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ഉദയത്തിലും സന്ധ്യയിലും പിതാവിനു ആരാധന. ഉദയത്തിലും സന്ധ്യയിലും പിതാവിനു ആരാധന. പാടുമോ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങേ ആരാധിക്കുന്നു. തുണയായോനെ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങേ ആരാധിക്കുന്നു. തുണയായോനെ അങ്ങേ ആരാധിക്കുന്നു. പരമപിതാവേ, അങ്ങേ ആരാധിക്കുന്നു. വഴികാട്ടിയേ ഞങ്ങൾ ആരാധിക്കുന്നു. പരമപിതാവേ, അങ്ങേ ആരാധിക്കുന്നു. വഴികാട്ടിയേ നന്ദിയോടെ ആരാധന ആരാധന ആരാധന
തുറന്നാൽ അത് ആരും അടയ്ക്കുകയില്ല. ഞങ്ങളിന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കുന്നു, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ഉള്ളപ്പോൾ തന്നെ ഞങ്ങളത് അനുഭവിച്ചു പറയുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനയില്, ഈ കൂട്ടായ്മ യോഗങ്ങളില് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചിലത് തുറക്കണം. ആത്മീകമാകുന്ന അനുഗ്രഹങ്ങൾ തുറക്കണം, ആത്മീകമാകുന്ന കാഴ്ചപ്പാടുകൾ തുറക്കണം. പുതിയ ദർശനം പ്രാപിക്കുവാൻ, പുതിയ വെളിപ്പാട് പ്രാപിക്കുവാൻ, അവിടുത്തെ മനോഹരത്വം കാണുവാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പടി കൂടി അടുക്കുവാൻ, ദൈവഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ. നീ തുറന്നാൽ അതു അടയ്ക്കുവതാര്, നീ അടച്ചാൽ അത് തുറക്കുവതാ. ആ വരികൾ ചേർന്ന് പാടും. ആത്മാവിൽ നിറഞ്ഞതൊരു പ്രവചന ശബ്ദമായി അപ്രകാരം തന്നെ പറയുവാൻ എനിക്ക് ആഹ്വാനം ലഭിക്കുന്നു. അതൊരു പ്രവചന ശബ്ദമായി ദൈവജനത്തോട് പറയുന്നു. 2026 കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പദ്ധതി അപ്രകാരം തന്നെ സംഭവിക്കുവാൻ, ദൈവഹിതമാകുന്ന കാര്യങ്ങൾ ആരിനോ പറഞ്ഞാലും എനിക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് പറഞ്ഞ കർത്താവ്, ആത്മീക ജീവിതത്തില്, ശുശ്രൂഷയുടെ പാന്താവില് എനിക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് പറഞ്ഞ കർത്താവ് എനിക്ക് വേണ്ടി തുറക്കുക തന്നെ ചെയ്യും. അവരിൽ ഒരിക്കൽ കൂടെ പറയുമോ? നീ തുറന്നാൽ അത് അടയ്ക്കുവതാര്, നീ അടച്ചാൽ അത് തുറക്കുവതാ. ഓ, നീ തുറന്നാൽ അത് അടയ്ക്കുവതാര്, നീ അടച്ചാൽ അത് തുറക്കുവതാ. പ്രിയ കർത്താവ്, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുന്ന കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹമായി തീർന്ന ദൈവം, ഞങ്ങൾ അവിടുത്തെ തിരുമുഖത്തേക്ക് ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തി എല്ലാ ആരാധന, മഹത്വം, പുകഴ്ചയും അർപ്പിക്കുന്നു. അവിടെ ഞങ്ങളുടെ ആരാധന സ്വീകരിച്ചതിനായാൽ നന്ദി. എല്ലാ മാനവും മഹത്വം പുകഴ്ചയും കർത്താവിന്. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.